നോട്ടൺ മോട്ടോർസൈക്കിളിന് നാളത്തെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന മോട്ടോർസൈക്കിളിന്റെ തംബ്നെയിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ ലൈവ് ഇവന്റിന്റെ തംബ്നെയിൽ ഫോട്ടോ ആണിത്. ഈ ചിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ട് അഡ്വഞ്ചർ ബൈക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും ഒറ്റ മോഡൽ തന്നെയായിരിക്കും. അപ്പൊ സെൻട്രലായിട്ട് ഒരു നേക്കഡ് മോട്ടോർസൈക്കിളും അതിന്റെ അപ്പുറത്ത് ഒരു സ്പോർട്സ് ടൂറിംഗ് മോട്ടോർസൈക്കിളും നൽകിയിരിക്കുന്നു. നോട്ടന്റെ നിലവിലുള്ള മോട്ടോർസൈക്കിൾ കൂടാതെ നോട്ടന്റെ പുതിയൊരു ലൈനപ്പ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൾറെഡി ഈ ചിത്രത്തിൽ കാണുന്ന സ്പോർട്സ് ടൂറിംഗ് മോട്ടോർസൈക്കിൾ ആൾറെഡി ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തതാണ്. ഈ മോഡലുകളിലൂടെ ആയിരിക്കും നോട്ടന്റെ ഇന്ത്യൻ അരങ്ങേറ്റം സാധ്യമാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടൺ ആൻഡ് ടി വി എസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നാളെ ഇറ്റലിയിലെ ഐക്മ ഓട്ടോ ഷോയിലൂടെ അൺവീലാകാൻ പോകുന്ന ചുണക്കുട്ടികളെ തംബ്നെയിൽ ഫോട്ടോയിലൂടെ കാണിച്ചിരിക്കുകയാണ്. അതായത് നോട്ടൺ ബാൻഡിന്റെ നാളത്തെ ലൈവ് ഇവന്റിന്റെ തംബ്നെയിൽ പിക്കാണിത്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം ടി വി എസിനും നോട്ടൺ ബ്രാൻഡിനും ഇത് എന്ത് പറ്റിയെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സസ്പെൻസ് ആക്കി വെക്കേണ്ട കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഇങ്ങനെ തംബ്നെയിലൂടെ പുറത്തു വിടാവോ? ഫൈനലി ടി വി എസും BMW കൊളാബറേഷനിൽ വന്ന 450 cc ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള എഞ്ചിൻ. ഈ എഞ്ചിൻ വെച്ചുള്ള ഫസ്റ്റ് മോട്ടോർസൈക്കിൾ അങ്ങനെ നമ്മളെ കാണിച്ചിരിക്കുകയാണ്. BMW മോട്ടോർസിന്റെ CEO ആയ മാർക്ക് ഫ്ലാഷ് ഒഫീഷ്യലി അങ്ങനെ BMW ഡെബ്യൂ ചെയ്തിരിക്കുകയാണ്. ഈ അഡ്വഞ്ചർ മോട്ടോർസൈക്കിളിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് പുള്ളി കാണിച്ചിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് ഇവരുടെ ബിഗർ CC മോട്ടോർസൈക്കിൾ ആയ R1300 GS ADV ബൈക്കിന്റെ ഡിസൈൻ സിമിലാരിറ്റീസ് ഇതിനകത്തുണ്ട്. ഇത് ഫ്രണ്ട് ഡിസൈനിൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് BMW ഒരു അഫോർഡബിൾ ട്വിൻ സിലിണ്ടർ ബൈക്ക് എന്ന് ആരും വിചാരിക്കരുത്. ഈ എഞ്ചിൻ വെച്ച് TVS വല്ലോ അഡ്വഞ്ചർ മോട്ടോർസൈക്കിൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമാണ് അഫോർഡബിൾ മോട്ടോർസൈക്കിൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കിത് അഫോർഡബിൾ റേറ്റിൽ കിട്ടണമെങ്കിൽ കാക്ക മലന്ന് പറക്കണം. ഇനി അഫോർഡബിൾ റേറ്റിന് കിട്ടിയാൽ തന്നെ, അഥവാ കാക്ക മലന്ന് കിട്ടിയാൽ തന്നെ സർവീസിംഗ് കോസ്റ്റിൽ അവന്മാർ കൊന്നു കൊലവിളി.